സ്വപ്നങ്ങൾ വിൽക്കുന്ന നഗരം. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു നഗരം, അവിടെയുള്ള മനുഷ്യർക്കെല്ലാം സ്വന്തം മിരലുകളെ ഊരിമാറ്റാൻ സാധിക്കും. ആളുകൾ തങ്ങളുടെ പരാജയങ്ങളെയും സങ്കടങ്ങളെയും കറുത്ത നിഴലുകളായി ഊരിമാറ്റി ഒരു ചന്തയിൽ ലേലം വിളിക്കുന്നു. വെളിച്ചം മാത്രം നിറഞ്ഞ, പരാജയങ്ങളില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരുടെ ലോകം. പക്ഷേ ആ നിഴലുകളില്ലാതെയായാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരായിരിക്കും? ലോകം ഇതുവരെ കേൾക്കാത്ത ഈ വിചിത്രമായ കഥ നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ പോകുന്നു. ലേല നഗരത്തിലെ ആര്യൻ. ആ നഗരത്തിലെ ഒരു യുവാവായിരുന്നു ആര്യൻ. ആര്യൻ ഒരു വലിയ പരാജയമായിരുന്നു. എന്ത് ചെയ്താലും അവന് തെറ്റുകൾ പറ്റി. അവൻ്റെ നിഴൽ അത്രമേൽ കറുത്തതും ഭാരമുള്ളതുമായിരുന്നു. എല്ലാവരും അവനെ പരിഹസിച്ചു. സഹികെട്ട ആര്യൻ ഒരു ദിവസം മിഴലുകളുടെ ലേലച്ചന്തയിലെത്തി. അവിടെ ലോകപ്രശസ്തരായ സമ്പന്നർ തങ്ങളുടെ പരാജയങ്ങളെയും നാണക്കേടുകളെയും ലേലം വിളിച്ചു വിൽക്കുകയായിരുന്നു. ആര്യനും തൻ്റെ നിഴലിനെ അവിടെ വെച്ച് ലേലം വിളിച്ചു. ഒരു വിദേശി ആ നിഴൽ വലിയൊരു തുകയ്ക്ക് വാങ്ങി. പണം കയ്യിൽ കിട്ടിയപ്പോൾ ആര്യൻ സന്തോഷിച്ചു. ഇനി എനിക്ക് പരാജയങ്ങളില്ലാത്ത, വെളിച്ചം മാത്രമുള്ള ജീവിതം. വെളിച്ചത്തിലെ ശൂന്യത. ദിവസങ്ങൾ കടന്നുപോയി. ആര്യൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പരാജയങ്ങളില്ല. പക്ഷെ മറ്റൊരു പ്രശ്നം അവനെ അലട്ടി. അവന് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. സങ്കടം വരുന്നില്ല. പരാജയപ്പെടുമെന്ന പേടിയില്ലാത്തത് കൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആവേശവും അവനില്ലാതെയായി മാറി. അവൻ വെറും ഒരു യന്ത്രത്തെപ്പോലെയായി മാറി. വെളിച്ചം അമിതമായപ്പോൾ അവന് കാഴ്ച മങ്ങിത്തുടങ്ങി. ആയമില്ലാത്ത, നിഴലില്ലാത്ത വെറും ഒരു രൂപം മാത്രമായി അവൻ അവശേഷിച്ചു. അപ്പോഴാണ് പഴയ നഗരത്തിലെ ഒരു ഭ്രാന്തൻ അവനോട് പറഞ്ഞത്, മകനെ, നിന്റെ നിഴലാണ് നിന്റെ ജീവിതത്തിൻ്റെ ആയം നൽകുന്നത്. ആ കറുപ്പില്ലെങ്കിൽ നിന്റെ വെളിച്ചത്തിന് എന്ത് വില? കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ പരാജയങ്ങളും സങ്കടങ്ങളുമാണ് നമ്മെ മനുഷ്യരാക്കുന്നത്. നമുക്ക് പറ്റിയ തെറ്റുകളാണ് നമ്മെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അവയെ ഊരി മാറ്റി വെളിച്ചം മാത്രം തേടിപ്പോയാൽ നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം ഇല്ലാതാകും. നിഴലുകൾക്കും വെളിച്ചമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കറുത്ത പാടും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ്. അതിനെ വിൽക്കാനോ ഒളിപ്പിക്കാനോ നോക്കരുത്. പകരം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ പാഠങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ പരാജയം ഏതാണ്? അത് നിങ്ങളെ എന്ത് പഠിപ്പിച്ചു? താഴെ കമൻ്റ് ചെയ്യൂ. പരാജയപ്പെട്ടവരെ പരിഹസിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു നൽകൂ. ഇത്തരം വിചിത്രമായ മോട്ടിവേഷൻ കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, നിഴലുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പ്രകാശിക്കുന്നത്. നന്ദി, നമസ്കാരം.